വീണ്ടും കനേഡിയൻ സർക്കാരിനെയും കാനഡയിലെ ജനങ്ങളെയും ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ 50% ടാരിഫാണ് ഇപ്പോൾ കാനഡയുടെ മേൽ ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ കനേഡിയൻ സർക്കാരും കനേഡിയൻ ജനങ്ങളും വല്ലാതെ വലഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. നമുക്കറിയാം, ഇതിനു മുൻപേ അദ്ദേഹം ചുമത്തിയതായിട്ടുള്ള പല ടാരിഫുകളും ഇവിടുത്തെ ഓട്ടോ മേഖലകൾ, അതുപോലെ സ്റ്റീൽ മേഖലകൾ, കൺസ്ട്രക്ഷൻ മേഖലകൾ എന്നുവേണ്ട സർവത്ര മേഖലകളെയും അതിശക്തമായി ബാധിക്കുകയും ലക്ഷക്കണക്കിന് ആളുകളുടെ ജോലിയാണ് നഷ്ടമായത്. അനേക ചെറുകിട കമ്പനികളാണ് ഈ കാനഡയിൽ പൂട്ടിക്കെട്ടിയത്. എന്നാൽ എല്ലാത്തിൽ നിന്നും പതുക്കെ കയറി വരാനായിട്ട് ശ്രമിക്കുമ്പോൾ വീണ്ടും തലക്കിടിയേറ്റതുപോലെ അടുത്തൊരു 50% ടാരിഫും കൂടെ കാനഡ മേൽ ചുമത്തിക്കൊണ്ട് ഭീഷണിയുടെ സ്വരത്തിലാണ് ഇപ്പോൾ ട്രംപ് സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഒണ്ടാരിയോയുടെ പ്രീമിയർ ആകുന്ന ഡക്ഫോർഡും അതുപോലെ തന്നെ ട്രംപും JD വാൻസും എല്ലാം കൂടെ നേർക്കുനേർ ഓൺലൈനിൽ കൂടെയും പത്രസമ്മേളനത്തിൽ കൂടെയും വാശിക്ക് അവർ മുട്ടുകയാണ്. ട്രംപ് പറഞ്ഞു, ഒരു കാരണവശാലും ഇനിയും കാനഡയുമായിട്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകത്തില്ല. കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അമേരിക്കയുടെ എല്ലാ ആനുകൂല്യങ്ങളും ഇവിടുത്തെ കാനഡയിലെ ജനങ്ങളും കനേഡിയൻ സർക്കാരും അവർ സുഖിക്കുകയാണ്. കാനഡയുമായി എന്ത് ഡീല് വെച്ചാലും അമേരിക്കയ്ക്ക് യാതൊരു പ്രയോജനവും കിട്ടുന്നില്ല. അദ്ദേഹം പറയുന്ന പോലെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ടാരിഫാണ്. അതുകൊണ്ട് തന്നെ ആരെന്ത് അമേരിക്കക്കെതിരെ ഒരു വാക്ക് പറഞ്ഞാലും അവരെ ടാരിഫ് കൊടുത്ത് അവരെ ഇല്ലാതാക്കുക എന്നുള്ള ആ ഒരു തന്ത്രം വീണ്ടും കാനഡയുടെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ട്രംപിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഒണ്ടാരിയോയുടെ പ്രീമിയർ ആകുന്ന ഡക്ഫോർഡ് താൻ തന്റെ പണിക്ക് പോടോ എന്നുള്ള ഭാഷയെ തന്നെ വളരെ രൂക്ഷമായി അദ്ദേഹം തിരിച്ചടിക്കുന്നെങ്കിലും ഒരു തരത്തിലും അമേരിക്ക കാനഡയെ വിട്ടുകൊടുക്കുന്ന ഒരു ലക്ഷണം കാണുന്നില്ല. അതിന്റെ ഭാഗമായി ഈ കഴിഞ്ഞ ദിവസം വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഒണ്ടാരിയോയുടെ പ്രീമിയർ ഒരു പുതിയ പ്രഖ്യാപനം പറഞ്ഞു. അമേരിക്കയും കാനഡയും തമ്മിൽ ബോർഡർ പങ്കുവെക്കുന്ന മിഷിഗൺ, അതുപോലെ തന്നെ ന്യൂയോർക്ക്, മിനസോട്ട ഇങ്ങനെയുള്ള 3 സ്റ്റേറ്റുകളിൽ ഇവിടുന്ന് ഏതാണ്ട് 15 ലക്ഷത്തോളം വീടുകൾക്കും അതുപോലെ തന്നെ ബിസിനസ് ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് ഇവിടെ ഒണ്ടാരിയോയിൽ നിന്ന് വൈദ്യുതി, അതായത് സർപ്ലസ് ആയിട്ട് വരുന്ന വൈദ്യുതി കാനഡയിൽ നിന്ന് ഈ പറയുന്ന 3 സ്റ്റേറ്റുകളിലേക്കും ഇവിടുത്തെ കനേഡിയൻ സർക്കാർ തുച്ഛമായ വിലയ്ക്ക് അവിടെ താമസിക്കുന്നതായ ആളുകൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കും വേണ്ടി നാളിതുവരെയും സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ഒരു 50% ടാരിഫിന് പിന്നാലെ ഒണ്ടാരിയോ സർക്കാരും കാനഡ ഗവൺമെന്റും കൂടെ അവർക്ക് എതിരെ ഇവിടെ നിന്നും അങ്ങോട്ട് സപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് 25% ടാരിഫും ചുമത്തിക്കൊണ്ട് തിരിച്ചടിച്ചിരിക്കുകയാണ്. കാനഡയിലെ ഏറ്റവും അറിയപ്പെടുന്ന ലേക്ക് ഒണ്ടാരിയോ, ഈ ലേക്ക് ഒണ്ടാരിയോയുടെ പേര് പോലും അദ്ദേഹം മാറ്റിക്കൊണ്ട് അമേരിക്കയുടെ പേരിലായിരിക്കും ഇനിയും ഈ ലേക്ക് അറിയപ്പെടാൻ പോകുന്നെന്ന് വരെ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. എന്തായിരുന്നാലും ഈ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള പോര് മുറുകുകയാണ്. എന്നാൽ ചങ്കെടുപ്പ് ഇവിടെയുള്ള ഓരോ സാധാരണക്കാരൻ്റെയുമാണ്. സാമ്പത്തിക വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ കുറഞ്ഞത് 1 ലക്ഷം ആളുകളുടെയെങ്കിലും ജോലി അതിവിദൂരമല്ലാതെ നഷ്ടമാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആകാൻ പോകുന്നത് ഒണ്ടാരിയോയും ക്യൂബക്കും ബ്രിട്ടീഷ് കൊളംബിയയിലും അടങ്ങുന്ന 10,000 നമ്മുടെ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ അടങ്ങുന്ന ആളുകളുടെ ഉപജീവനമായിരിക്കും നഷ്ടമാകുക. അധികം താമസിക്കാതെ ഒരു വലിയ മാസീവ് ലേ ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. പല ചെറുകിട കമ്പനികളും വീണ്ടും അടച്ചുപൂട്ടേണ്ടതായ ഒരവസ്ഥയിലേക്ക് വരുമെന്നതിൽ യാതൊരു സംശയമില്ല. എന്തായാലും കനേഡിയൻ പ്രധാനമന്ത്രി ആകപ്പാടെ സമ്മർദ്ദത്തിലായിരിക്കുകയാണ്. പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ മറ്റു പാർലമെന്ററി അംഗങ്ങളും ഇവിടുത്തെയുള്ള ജനങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നെങ്കിലും എങ്ങനെ കാനഡയ്ക്ക് ഈ പ്രതിസന്ധിയെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാം എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പുതിയ അപ്ഡേറ്റ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നെയിം ടെക്സി ജോയ്. ബൈ.